വയനാട് ദുരന്തബാധിതർക്കുള്ള കോൺഗ്രസ് വീട് നിർമ്മാണത്തിൽ മലക്കം മറിഞ്ഞ് ടി സിദ്ദീഖ് എംഎൽഎ ഡിസംബർ 28-ന് തറക്കല്ലിടുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ടി സിദ്ദീഖ്. താൻ അന്ന് പറഞ്ഞത് തറക്കല്ലിടണമെന്ന ആഗ്രഹം മാത്രമാണ്. ജനുവരി 10-ന് തറക്കല്ലിടുമെന്നാണ് പുതിയ പ്രഖ്യാപനം. PV ജോഷില തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വയനാട് ദുരന്തബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ ഈ മാസത്തോടുകൂടി നടത്തും എന്നായിരുന്നു ടി സിദ്ദീഖ് എംഎൽഎയും കോൺഗ്രസ് നേതൃത്വവും കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചത്. ഡിസംബർ 28-ഓടുകൂടി ഈ തറക്കല്ലിടൽ കർമ്മം നടത്തണമെന്നാണ് ആഗ്രഹം എന്നും അന്ന് ടി സിദ്ദീഖ് എംഎൽഎ പറഞ്ഞിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് 28-ന് ശേഷം മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കുകയും കോൺഗ്രസ് നേതൃത്വവും ടി സിദ്ദീഖും പരിഹാസ്യമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ടി സിദ്ദീഖ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. എന്നാൽ വാർത്താ സമ്മേളനത്തിൽ പോലും എപ്പോൾ ഇനിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് കൃത്യമായി പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഭവന നിർമ്മാണം എപ്പോൾ നടത്തും, തറക്കല്ലിടൽ എപ്പോൾ നടത്തും, ഭൂമി എവിടെയാണ് കണ്ടുവച്ചത് അല്ലെങ്കിൽ ഭൂമി എവിടെയാണ് വാങ്ങിയത് എന്ന് പോലുമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ടി സിദ്ദീഖിന് ഇതുവരെ ആയിട്ടില്ല. രജിസ്ട്രേഷൻ നടപടി കഴിഞ്ഞാൽ സ്ഥലം പറയും. സ്ഥലം ഞങ്ങൾ കണ്ടെത്തി, സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുത്തു, ഞങ്ങൾ അതിന്റെ ലീഗലായിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും ഞങ്ങൾ പൂർത്തീകരിച്ചു. ഞങ്ങളുടെ ആഗ്രഹം ഡിസംബർ മാസം 28-ാം തീയതി കോൺഗ്രസ് ജന്മദിനത്തിൽ ആരംഭിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് CPIM-ന്റെ സൈബർ ഹാൻഡിലുകൾ എന്നുള്ള പദമാണ് അദ്ദേഹം പ്രയോഗിച്ചത്. CPIM-ന്റെ സൈബർ ഹാൻഡിലുകൾ താൻ പറഞ്ഞ വാക്കുകളെ വക്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള വാർത്തകൾ ഇറക്കിയത് അല്ലെങ്കിൽ ട്രോളുകൾ ഇറക്കിയത് എന്ന് പറയാനാണ് അദ്ദേഹം പ്രധാനമായും സമയം കണ്ടെത്തിയത് എന്നുള്ളതാണ്. എന്നാൽ ദുരന്തബാധിതരുടെ ഫണ്ടിനെ കുറിച്ചോ ദുരന്തബാധിതരുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങുന്ന ഭൂമിയെക്കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന വീടുകളെക്കുറിച്ചോ കൃത്യമായി ഒരു ഉത്തരം നൽകാൻ ടി സിദ്ദീഖ് എംഎൽഎക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വൈചിത്രമായ കാര്യം. താൻ പറഞ്ഞത് തൻ്റെ ആഗ്രഹമാണ് എന്നാണ് അദ്ദേഹം ഇന്നും വിശദീകരിച്ചത്. ദുരന്തബാധിതരുടെ ഫണ്ട് ഉപയോഗിച്ച് എന്ത് ചെയ്തു എന്ന് ഒരു MLA തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് ടി സിദ്ദീഖ് MLA വീണ്ടും വാർത്താ സമ്മേളനം നടത്തി പരിഹാസ്യനാകുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. ഞാൻ 28-ാം തീയതി CPM സൈബർ ഹാൻഡിലുകൾ വലിയ ആഘോഷമാക്കി അവര് അത് ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്തി. ഞാൻ പറഞ്ഞത് 28-ാം തീയതി കോൺഗ്രസ് ജന്മദിനത്തിൽ ഇതിന്റെ തറക്കല്ലിടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കാര്യം.